ആണധികാര സാമൂഹ്യ ഘടന ലോകത്തെ ഏത് കാലത്തോളം നിലനിൽക്കുന്നോ ആ കാലത്ത് അത് നിലനിൽ നിൽക്കുന്ന അത്രയും കാലം പുരുഷമേധാവിത്വത്തിന് മാത്രമാണ് സാമൂഹ്യ ജീവിതത്തിൽ മുഖ്യ പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ. അതാണോ നിലപാട്? അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അഭിപ്രായം. ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം ചൂണ്ടിക്കാണിക്കാനുണ്ട്. BC 1000 മുതൽ 1500 വരെയുള്ള വേദ കാലഘട്ടത്തിൽ അവിടെ മുതൽ തുടങ്ങിയാൽ ഇങ്ങേ അറ്റത്തെ 21-ാം നൂറ്റാണ്ടിൽ വരെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ആണധികാരത്തിനാണ് മുഖ്യസ്ഥാനം. അപൂർവമായ ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിൽ നിന്നും പുരാണത്തിൽ നിന്നും കണ്ടുപിടിക്കാമെന്നുള്ളതല്ലാതെ രണ്ടുപേരുടെയും പാർട്ട്ണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായും ഐക്യത്തിൽ എത്താത്തിടത്തോളം കാലം സുഗമമായ ഒരു സാമൂഹ്യ പരിസ്ഥിതി ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, തിരുത്തലുകളിലൂടെയാണ് ചരിത്രം ഉണ്ടായിട്ടുള്ളത്. എത്രയോ തിരുത്തൽ കഴിഞ്ഞിട്ടാണ് വേദകാലം കഴിഞ്ഞ് നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിൽ സ്ത്രീ പുരുഷന് തുല്യമാണ്. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കരുത്ത് നൽകിയിട്ടുള്ളത് സ്ത്രീകളാണ്. അത് ഇത്രയും പേർക്ക് തുറന്നു പറയാൻ കഴിയുന്ന ഒരു വേദിയാണ്. ഈ വേദിയിൽ വേദകാലത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നത് ഒട്ടും പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ആധുനിക കാലഘട്ടത്തിൽ. 21-ാം നൂറ്റാണ്ടിൽ പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33% സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇന്നും അതിനെ എതിർത്ത് തോൽപ്പിച്ചതാണ് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. പിന്നെ സ്ത്രീകൾക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം? കേരള അസംബ്ലിയിൽ എത്ര സ്ത്രീകളുണ്ട്? മുസ്ലിം സമുദായത്തിൽ നിന്ന് 1957 ശേഷം ഒരേ ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. സാറിന്റെ കൂടെ ഇന്ന് വൈഫ് വന്നിട്ടുണ്ടോ? എന്റെ കൂടെ വൈഫ് വന്നിട്ടുണ്ടോ? അല്ല, പുള്ളി ആണധികാരത്തിന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നന്നായിരുന്നു. വിവാഹിതനാണോ എന്ന് ചോദിക്കുക സാർ. വിവാഹിതനാണോ എന്ന് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞതിന് പോയിന്റ് ഉണ്ട്.